തൃശൂർ കോടാലിയിൽ 8 വയസ്സുകാരനെ പാമ്പ് കടിച്ച വീട്ടിൽ കൂടുതൽ പാമ്പുകളെ കണ്ടെത്തിയത് ഭീതി പരത്തി. വീട്ടിലെ കുളിമുറിയുടെ തറ ഇടിച്ച് സർപ്പ ടീം പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ബാത്റൂം കോൺക്രീറ്റ് ചെയ്ത് അധികൃതർ മടങ്ങി. ഇന്നലെ രാത്രി 7:30-ക്കും പിന്നീട് അർദ്ധരാത്രിയിലും 2 പാമ്പുകളെ കൂടി കണ്ടെത്തിയതോടെ ആകെ വീട്ടിൽ നിന്നും കിട്ടിയ പാമ്പുകളുടെ എണ്ണം 5ആയി. വീട്ടുകാർ അയൽ വീടുകളിലേക്ക് താമസം മാറിയിട്ടുണ്ട്. സർപ്പ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് വീടിന്റെ കുളിമുറിയുടെ തറ ഇടിച്ച് പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. പാമ്പുകൾ അകത്തെത്താതിരിക്കാൻ തറ പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തു. അകാലത്തിൽ പൊലിഞ്ഞ ആൽജോയുടെ ഓർമ്മകൾ പ്രദേശവാസികൾക്ക് ഇനിയും വിട്ടുമാറിയിട്ടില്ല. അപ്പൊ അവനോട് ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ അവൻ അളയവനെ അന്വേഷിക്കുന്നുണ്ട്, കുട്ട എന്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ അമ്മ വീട്ടിലുണ്ട്, കുഞ്ഞു പിള്ളേരെ ആശുപത്രിയിലേക്ക് കയറ്റി കൊണ്ടുവരാൻ പറ്റില്ലടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ ചോദിച്ചു കുട്ടൂന് വലിയ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവന് അന്ന് ആ സെന്റ് ജെയിംസിലേക്ക് കൊണ്ടുപോയി ആ സമയം വരെ അവന് നല്ല ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന് ഫസ്റ്റ് തന്നെ വയറുവേദന വന്ന് ഞങ്ങളൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിന് പോയി കഴിഞ്ഞ് വന്ന വൈക്ക് തന്നെയാണ് ഇവര് ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുത്തത്, അവക്കട വെച്ച് ഷെയ്ക്ക് ഉണ്ടാക്കി. അപ്പൊ അതില് വയറുവേദനയാണെന്ന് വിചാരിച്ചത്. പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന അൽനോഷ് സുഖം പ്രാപിച്ചു വരികയാണ്. നേരത്തെ വീടിന് ചുറ്റും വനം വകുപ്പ് അധികൃതർ തീയിട്ടെങ്കിലും തുടർച്ചയായി പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. വീട്ടിലെ മുറ്റത്തും മുറിയിലും കുളിമുറിയിലുമാണ് പാമ്പുകൾ എത്തിയത്. മീഡിയ 1 തൃശൂർ.